ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അച്ചായിക്കുള്ള ഡ്രസ്സ് എടുക്കലാണ് കംപ്ലീറ്റ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ ജയലക്ഷ്മിയിലാണ് ഞങ്ങൾ ഫസ്റ്റ് വന്നത് കേട്ടോ. അത് പഠിച്ചുണ്ട് ആ ഒരൊറ്റ മുണ്ടിന് മാത്രം 9,000 11,000 എന്തോ ഉണ്ടോ റേറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാതും തൊട്ട് നോക്കി എന്താ അതിന് ഇത്ര വലിയ ഡിഫറൻസ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് മറ്റേ ഇട്ടപ്പോ ഇച്ചിരി കൂടെ ഈ ഒരു പോഷൻ ഇങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് കാണിച്ച കുർത്ത എടുത്തു കേട്ടോ. ഇനി ആ കുർത്തയ്ക്കുള്ള മുണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കുർത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിലോ ഭയങ്കര ലൈറ്റ് ആയി ഇത് എന്തിനറിയോ, മറ്റേ പച്ചയും മെറൂണും സാരി ഇല്ലേ, കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. ഇതെടുത്താൽ മതി, പിന്നെ നമുക്ക് വേറെ നോക്കാം. ജയലക്ഷ്മി എന്തായിരുന്നു അച്ചായിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെരിന്തൽമണ്ണ തന്നെയുള്ള ഒരു കംഫർട്ട് ഫാക്ടറിയിൽ പോയിട്ട് നമുക്ക് സൽക്കാരം അങ്ങനെയൊക്കെ പോകാനുള്ള കുറച്ച് ഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വന്നത് കേട്ടോ. അവിടുന്ന് കുറച്ച് ഷർട്ട്സൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. ഇതൊക്കെ വരും കേട്ടോ. അടുത്തത് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗുലാബിക്ക് ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഗുലാബി ഡ്രസ്സിൻ്റെ ഷ്രഗാണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് നമുക്ക് ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഏകദേശം നല്ലൊരു മെറ്റീരിയൽ നമ്മൾ അതിന് സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഒരു ബ്ലൂ ഷെയ്ഡ്സ് വരുന്നത് ഉണ്ടായിരുന്നു, പക്ഷേ എക്സാക്റ്റ് മാച്ച് ഉള്ളതാണ് നമ്മൾ നോക്കിയത്. പിന്നെ അവിടെ തന്നെ റെൻ്റൽ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ് മാച്ച് കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ കൺഫേം ആക്കി അളവൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് ഡേയ്സ് കഴിഞ്ഞാലാണ് നമുക്കത് കിട്ടുക. അങ്ങനെ ഇതിപ്പം നമ്മൾ കുർത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഡേയിൽ എടുത്ത വീഡിയോ ആണ്. നമ്മൾ പെരിന്തൽമണ്ണ ഉള്ള ഇവാക്കോയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് വേറെയും ഷോറൂംസ് ഉണ്ട് കേട്ടോ, പല പല സ്ഥലത്തായിട്ട്. പട്ടാമ്പിയൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അവിടെ തന്നെ റെൻ്റൽ ഡ്രസ്സസും ഉണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷന് വേണ്ടി നമ്മൾ റെൻ്റൽ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ച് ക്ലിപ്സ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിന് മാല വേണ്ടേ? പറഞ്ഞ പോലെ അത്ര ഇറങ്ങിയിട്ടില്ല. അതല്ല മറ്റേ സിൽവറിന്റെ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളി. ഓ ഭയങ്കര ഫോട്ടോ അടിപൊളിയായിരിക്കില്ലേ ഗുലാബിലെ? അച്ചായി പൊതുവെ ഇങ്ങനെ ഡ്രസ്സിനോട് ക്രേസുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിൽ അത് മുഖത്ത് ഭയങ്കരമായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ആവട്ടെ. ആ ഒരു സന്തോഷം എന്ന് പറയണമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ വേണ്ടല്ലോ. ഇത് നിൽക്കുന്ന പോലെ അതുണ്ടോ? ഏട്ടന് കുറച്ചും കൂടെ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സായിരുന്നു താല്പര്യം. കാരണം വെഡ്ഡിങ്ങിന് നമ്മൾ ഓൾറെഡി കുർത്ത എടുത്തത്, ഗുലാബിക്കും കൈൻഡ് ഓഫ് കുർത്തയാണ്. അപ്പോൾ പിന്നെ റിസപ്ഷനും കൂടെ ഒരു കുർത്ത ടച്ച് വരുന്നത് എടുക്കണ്ട എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ ഇട്ടപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് കുർത്ത പൊതുവേ ചേക്ക് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കോട്ട് സൂട്ട് ട്രൈ ചെയ്യാന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചേക്ക് കുറച്ച് കൂടുതൽ കോട്ട് സൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മുഖത്തുനിന്ന് മനസ്സിലാവും ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. പിന്നെ ഒരു 1-2 ഷോപ്പിലും കൂടെ പോയതിന് ശേഷം റിസപ്ഷൻ്റെ ഡ്രസ്സ് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പെരിന്തൽമണ്ണയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പുതിയ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്, ഖലീഫ് ഗ്രൂം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പുതിയ മോളിൻ്റെയൊക്കെ, മാർക്കറ്റ് സിറ്റി മോളിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ, പുതിയ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവരുടെ ഇനാഗുറേഷനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി നോക്കി. അവിടെ ഡിസൈൻ ചെയ്യിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, അല്ലാതെ അവർക്ക് ഓൾറെഡി റെൻ്റൽ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടും റെൻ്റൽ ഓപ്ഷൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്, പുതിയ കളക്ഷൻസ് വന്നതൊക്കെ. മെറ്റീരിയല് എന്ത് ഫംഗ്ഷൻ ആയിരുന്നു? ഞാൻ ഈ ഒരു സെയിം മെറ്റീരിയൽ നോക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം അതന്നെ സെറ്റ് ചെയ്യാം. സെയിം കളർ, ഇതിന്റെ ബ്ലൂ സെയിം പാന്റ് വരുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത്. പാന്റ് വേറെ ഇത്. അപ്പൊ ആ ഒരു മോഡലാണ് ഞാൻ ഇങ്ങോട്ട് അയച്ചത്. വേറെ ഏതെങ്കിലും
ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് ബ്ലൂ ഒന്ന് ചെയ്തൊക്കെ കംപ്ലീറ്റ്ലി അതൊക്കെ മനസ്സിലാവും കറക്റ്റ് ഫുൾ കളർ വരുമ്പോൾ ഈ മോഡലിന്റെ കറക്റ്റ് ഭംഗി കിട്ടും. ജസ്റ്റ് ബ്ലൂ ട്രയൽ അടിച്ചു വെക്കാം. ഇത് match ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ പൊന്നോടെ വയലറ്റ് അല്ലേ ആ ഒരു ടൈപ്പ് പാന്റ് ഉണ്ടെങ്കിൽ അത് മതിയല്ലേ. നമ്മൾ നേരത്തെ കണ്ട ചിക്കു കളറിൻ്റെ സെയിം ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ പക്ഷേ നമുക്ക് പറ്റില്ല, പക്ഷേ സെയിം കളറ് വരുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പാൻറ്റും ടോപ്പും നല്ല, പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ നല്ല മാച്ച് ഉണ്ടായിരുന്നു ഫേസിലോട്ട്. അതും ട്രൈ ചെയ്ത് നോക്കാം. ലൈറ്റ് ഇതിപ്പോ കാറ്ററിംഗ് ബോയ് കാറ്ററിംഗ് ബോയോ ചായല്ലോ മാനേജ്മെന്റ് പോലെ തോന്നുന്നുണ്ടല്ലേ. ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് നോക്കിയിട്ടേ 4000 കൊടുക്കണല്ലേ. കോൺസെപ്റ്റ് ഐഡിയ അങ്ങനെ റിസപ്ഷൻ്റെ ഡ്രസ്സ് നമ്മൾ ഏകദേശം ഇത് കൺഫേം ചെയ്തു. അവിടെ ഷൂവും റെൻറ്റലിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഷൂവും വാച്ചും ഒക്കെ അവിടെ റെൻ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റെൻ്റ് ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം അതൊക്കെ ഒരു സിംഗിൾ യൂസാണ്, പിന്നെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ലല്ലോ. അപ്പം വാച്ചസും നമ്മളവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഗ്രാൻഡായിരുന്നു. യെസ് മുടി ഭയങ്കര ഷേപ്പിൽ കറക്റ്റായിട്ട് ബാക്കിലേക്ക് ആക്കിയ സംഭവം കല്യാണത്തിൻ്റെ സ്റ്റൈലാണ്. അങ്ങനെ ആ ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ടിടാനുള്ള വൈറ്റ് ഷർട്ട് നമ്മൾ അവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതവിടെ റെൻറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ സൈസിൽ അവരവിടെ തന്നെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവിടെ നിന്ന് അളവൊക്കെ കൊടുത്ത് ഷർട്ട് സ്റ്റിച്ച് ചെയ്തു. അത് നമ്മൾ എടുക്കുന്ന അന്ന് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളവിടെ പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 പെർഫ്യൂമും എടുത്തിട്ടോ, നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതൊക്കെയായിരുന്നു അച്ചായുടെ ഷോപ്പിംഗ്.